ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുടേത് ഒരു സെയിൽ വീഡിയോ ആണേ. യെല്ലോ പിറ്റൂണിയയുടെ കുറച്ച് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് 2 ടൈപ്പിലുള്ള പ്ലാന്റാണ് ഉള്ളത്. ഒന്ന് ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റും ഒന്ന് സ്മോൾ സൈസ് പ്ലാന്റ്. സ്മോൾ സൈസ് എന്ന് പറഞ്ഞാൽ അത് തീരെ ചെറിയ പ്ലാന്റ് അല്ല. ഒരു 2 ആഴ്ചയ്ക്കകം ബഡോ ഫ്ലവറോ വരാറായ പ്ലാന്റാണ്. അപ്പോൾ ഈ 2 ടൈപ്പിലുള്ള പ്ലാന്റും നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ പ്ലാന്റുകളെല്ലാം തന്നെ നമ്മളുടെ മദർ പ്ലാന്റിൽ നിന്ന് സീഡിട്ട് പിടിപ്പിച്ച പ്ലാന്റുകളാണ്. അപ്പോൾ ഈ സീഡിട്ട് പിടിപ്പിക്കുന്ന പ്ലാന്റിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് ലാസ്റ്റിങ്ങുമാണ്. അത് മാത്രമല്ല, നല്ല ഹെൽത്തി ആയിട്ടായിരിക്കും അതിൻ്റെ ഗ്രോത്ത്. നമുക്ക് ആ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എങ്ങനെയുള്ള, ഇപ്പോൾ സീഡിട്ട് പിടിപ്പിച്ച പ്ലാന്റാണോ അതോ കട്ടിങ്സ് വെച്ച പ്ലാന്റാണോ എന്ന്. സീഡിട്ട് പിടിപ്പിച്ച പ്ലാന്റിന് നല്ല ബ്രാഞ്ചസും വരും, പിന്നെ നല്ല ഹെൽത്തിയുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഒരു കോംബോ ഓഫറും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ കണ്ട് നമ്മുടെ പ്ലാന്റ് വാങ്ങാൻ വരുന്നവർക്ക് ഒരു ഓഫറും കൂടെ നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലവറിങ് പ്ലാന്റിന് നമ്മൾ 130 രൂപയ്ക്കാണ് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർക്ക് അത് 120 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ കോംബോ ഓഫറായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റും 2 ഫ്ലവർ ആകാത്ത മീഡിയം സൈസ് പ്ലാന്റുമാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 3 പ്ലാന്റിനും കൂടെ 300 രൂപയ്ക്ക് കൊടുക്കാനാണ്. അതും നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് നമുക്ക് കമൻ്റ് ഇടുകയും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുമായ കസ്റ്റമേഴ്സിന് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള പ്ലാന്റിന് നമുക്ക് 300 രൂപയാണ് 3 പ്ലാന്റിന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ സീഡിട്ട് പിടിപ്പിക്കുന്നതിന് നല്ല ബുദ്ധിമുട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു 2 ആഴ്ചയായ പ്ലാന്റാണ്. ഈ 2 ആഴ്ചയായ പ്ലാന്റിനെ നമ്മൾ വളരെ കെയർ ചെയ്ത് വളരെ വെള്ളം ഒഴിക്കുന്നതൊക്കെ തന്നെ വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കാൻ. വെള്ളം ഒഴിച്ച് നമ്മൾ ആവശ്യത്തിന് വളം കൊടുത്ത് നമ്മൾ ഈ ഒരു 4 ഇല പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ ഇതേ കണക്ക് മാറ്റി നടാറുണ്ട്. മാറ്റി നടുന്നത് അതും നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം. ഒരുപാട് വെയിലത്ത് വയ്ക്കാൻ പാടില്ല, അധികം വെള്ളം കൊടുക്കാൻ പാടില്ല, കറക്റ്റ് സമയത്ത് ആഴ്ചയിൽ വളം കൊടുക്കണം. അങ്ങനെ നമ്മൾ പരുവപ്പെടുത്തി എടുക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയധികം ബുദ്ധിമുട്ടുകളും അത്രയും ടൈം സ്പെൻഡ് ചെയ്താണ് ഓരോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സും നമ്മളിങ്ങനെ ആക്കിയെടുക്കുന്നത്. അല്ലാതെ സ്റ്റെം കട്ട് ചെയ്ത് വയ്ക്കുന്ന പ്ലാന്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് 1 മാസത്തെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ യെല്ലോയുടെ പ്ലാന്റിനെ സംബന്ധിച്ച് നമ്മളെല്ലാം സീഡിട്ട് പിടിപ്പിച്ച പ്ലാന്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ കിട്ടും.